ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. കുഞ്ഞുനാളിൽ എപ്പോഴോ പോയ ഒരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേളി. ഇപ്പോൾ ഞാനും മോനും എൻ്റെ നാത്തൂനും അനിയത്തിയും കൂടി ഒരുമിച്ച് വേളിയിലാണ് വന്നിരിക്കുന്നത്. ചുറ്റുമുള്ളത് കാണാൻ വേണ്ടി ഇപ്പം മിനി ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്. അതിനിടയിൽ കൂടെ കാഴ്ചകൾ കണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ നിന്ന ചെടിയുടെ പൂക്കളെല്ലാം എൻ്റെ മോൻ പറിച്ച് എടുക്കുന്നു. കായലിൻ്റെ സൈഡിൽ കൂടി നടന്നുകൊണ്ട് കടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിൽ ബോട്ട് സർവീസൊക്കെ ചെയ്യാൻ കഴിയും. ഞങ്ങൾ പക്ഷേ ബോട്ടിലൊന്നും കയറിയില്ല. ദേവയും ഞാനും കാർത്തുമായിട്ട് കടലിൻ്റെ അങ്ങോട്ട് നടക്കുന്നു. ഞാനാണ് വീഡിയോ എടുക്കുന്നത്, അതാണ് എന്നെ അതിൽ കാണാൻ കഴിയാത്തത്. ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് പാലത്തിൻ്റെ അങ്ങോട്ടാണ്. കായലിൻ്റെ നടുവിൽ കൂടി പാലം കഴിഞ്ഞ് വേണം കടലിലെത്താൻ. ദേവയുടെ കയ്യിലിരുന്ന പൂവ് ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ നടുവേയുള്ള പാലത്തിലെത്തിയിട്ടുണ്ട്. പാലം കഴിഞ്ഞ് വരുമ്പോഴേക്കും നിറയെ ഐസ്ക്രീം കടകളാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറേ ഗെയിമുകൾ കളിക്കാനുള്ള സ്ഥലമാണ്. ഒരു ഗെയിമിന് 20 രൂപയാണ്. ആദ്യത്തെ പോലും എൻ്റെ നാത്തു തന്നെയാണ് കളിക്കുന്നത്. അനിയത്തി പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഊഴമാണ് സൂപ്പറായിരുന്നത്. ആദ്യത്തെ എറിയിൽ തന്നെ ഒരു വീഴുന്നിട്ടില്ല. ഗെയിമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കടൽ തീരേക്ക് നടക്കുമ്പോഴേക്കും സൈഡിലായിട്ട് ധാരാളം കടകളുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ സാധനങ്ങൾ വാങ്ങാമെന്ന് കരുതി നേരെ കടലിലേക്ക് തന്നെ പോയി. പട്ടമൊക്കെ പറത്താനുള്ള അവസരങ്ങളുണ്ട്. അതിനിടയിൽ കുതിര സവാരി ചെയ്യാൻ നാത്തൂനൊരാഗ്രഹം. മോനും കൂടി കുതിരയുടെ പുറത്ത് ഒരു കുതിരയിൽ കയറുന്നതിന് 100 രൂപയാണ്. കാർത്തും എൻ്റെ മോനും കൂടി കയറിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 150 രൂപയാണ് വാങ്ങിയത്. അത്യാവശ്യം ദൂരമുണ്ട് കുതിരയിൽ സവാരി ചെയ്യാൻ. നഷ്ടമില്ലെന്നാണ് തോന്നിയത്. പക്ഷെ എൻ്റെ മോൻ വളരെ ഹാപ്പി ആയിരുന്നു. അവൻ ഇറങ്ങാനേ മനസ്സിലായി. കുതിരയുടെ പുറത്ത് ഒറ്റയ്ക്ക് കയറ്റിയിരുത്തി കുറച്ച് റൗണ്ട് അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കടലിലേക്ക് ബീച്ചിലെത്തി. ദേവ ഒറ്റയ്ക്ക് നിന്ന് പാട്ടൊക്കെ പാടി നിൽക്കുന്നുണ്ട്.
വായിന്ന് മണ്ണെന്ന് വല്ലതും എടുത്ത് കഴിക്കുന്നത്. ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു ബിസ്ക്കറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവനെ നമ്മുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവൻ വരുന്നില്ല. അവൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി കാലിൽ വെള്ളം നനച്ചിട്ട് പോകാമെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ ഞാൻ കേട്ടില്ല. തിരിച്ചു പോകുന്ന വഴി ഫ്രൈ ചെയ്തത് വാങ്ങി കഴിക്കുന്നു. നല്ല രുചിയായിരുന്നു അത്. വീണ്ടും സോസൊക്കെ ഒഴിച്ച് വാങ്ങിക്കുന്നു കഴിക്കാൻ വേണ്ടി. ദേവ കോളിഫ്ലവർ കൊടുത്തിട്ട് കഴിച്ചില്ല. പകരം അവൻ സോസാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട്. ദേവ സോസും നാട്ടിൽ തൊട്ടുകൊണ്ട് നടക്കുന്നു. അതിനിടയിൽ ധാരാളം ഉപ്പിലിട്ട കണ്ടു. പലതരത്തിലുള്ള പേനകൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ വേണ്ടി വന്നു. പക്ഷെ എല്ലാവരും വൃത്തിയോടെയൊക്കെയാണ് നമുക്ക് തരുന്നത്. ആദ്യം ഞാൻ സ്പൂണ് കൊണ്ടെടുത്ത് കഴിക്കാൻ നടക്കുന്നത്. പിന്നെ കൈ ഉപയോഗിച്ച് നല്ല രുചിയുണ്ടായിരുന്നു. പാനിപൂരി കഴിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീം. ഞാൻ വാങ്ങിയ ഫ്ലേവർ ടെൻഡർ കോക്കനട്ടും പിസ്ത. ദേവയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഐസ്ക്രീം. പക്ഷെ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എപ്പോൾ വേണോ പനി വരും. എന്നാലും അവൻ കുടിക്കും ഐസ്ക്രീം അല്ല. പിന്നെ അവനെ കുറച്ച് ബസ്സിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു.